പ്രതിപക്ഷ നിരയെ ആര് നയിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. മൃഗീയ ഭൂരിപക്ഷം ആണ് UDF-ന് ഉള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അടക്കം ഏറ്റവും വലിയ അംഗബലം ഉണ്ട്. മറുഭാഗത്താകട്ടെ CPM-നും CPI-ക്കുമൊക്കെ അംഗബലം കുറഞ്ഞു എന്ന് മാത്രവുമല്ല, ഘടകകക്ഷികൾ കൂട്ടത്തോടെ പരാജയപ്പെട്ടു എന്നതാണ്. ഒരു പ്രതിനിധിയെപ്പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് പോലും സാധിക്കാതെ പോയി. അപ്പോൾ പ്രതിപക്ഷം അത്രമേൽ ദുർബലമാകുന്നുണ്ട്. അവിടെയാണ് സഭാ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഓരോ വിഷയങ്ങളിലും ആധികാരികമായി പ്രതിപക്ഷത്തിന് എന്താണ് പറയാൻ ഉള്ളത്, ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് എന്നതൊക്കെ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന ചോദ്യവും പ്രസക്തമാകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന പേര് അത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റേത് തന്നെയാണ്. നിലവിൽ അദ്ദേഹം കാവൽ മന്ത്രിസഭ എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ, അതിനുശേഷം പിന്നീട് ഔദ്യോഗികമായി ആ പദവിയിൽ നിന്ന് ഒഴിയുന്നു. പിന്നീട് ഒരു പക്ഷേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി മാറുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് നിലവിൽ തന്നെ സംഘടനാപരമായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴുമൊക്കെ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഭരണപക്ഷം എന്നത് ഇത്രമേൽ ശക്തമാണ് എന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വളരെ കൃത്യമായി സഭയിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യതയായി മാറും. പ്രതിപക്ഷ നിരയെ പ്രതിഷേധങ്ങളിൽ നയിക്കേണ്ടത് അനിവാര്യതയായി മാറും. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ KN ബാലഗോപാൽ ആയിരിക്കാം പ്രതിപക്ഷ നേതാവാവുക എന്ന സൂചനകളും വരുന്നുണ്ട്. PB ഇത് സംബന്ധിച്ച CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഒരുപക്ഷെ PB ആവശ്യപ്പെട്ടാൽ പോലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു മുതിർന്ന നേതാവിന് അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എന്നത് തന്നെയാണ് സാഹചര്യം. ഇപ്പോൾ ഇതാ VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നത് സംബന്ധിച്ചും ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. അവിടെ പരിഗണിക്കപ്പെടുന്നത് പിണറായി വിജയൻ്റെ പേര് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ പോലെ മുതിർന്ന മറ്റൊരാൾ ഇല്ല. പക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ കണക്കിലെടുത്തേക്കാം. CPI പോലെയുള്ളവർ ഈ പ്രതിപക്ഷത്തൊരു വൈവിധ്യം ഉണ്ടാകണം നേതൃനിരയിൽ എന്നൊക്കെ ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പേരിലേക്ക് ഉടൻ തന്നെ എത്തും CPIM എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ അവസാനിക്കുകയാണ്. 2 ദിവസത്തെ യോഗമാണ് ചേർന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ജനറൽ സെക്രട്ടറി MA വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ PB തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. ഇന്ന് അതിൽ ധാരണയുണ്ടാകും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് അദ്ദേഹം ഉയർത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ വിസമ്മതം അറിയിച്ചാൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് CPM കടക്കുകയുള്ളൂ. പിണറായിയാണ് മുന്നണിയെ നയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. പിണറായി വിജയന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ അദ്ദേഹം 18 വർഷത്തോളം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അന്ന് വലിയ വിഭാഗീയതര കാലമായിരുന്നു CPM-ൽ. VS പിണറായി ചേരിതിരിഞ്ഞുള്ള സംഘടനാ പ്രശ്നങ്ങൾ, അവിടെ പാർട്ടി തന്നെ രണ്ടായി പോകുന്ന തരത്തിലുള്ള ധാരണകൾ പലപ്പോഴും ഉരുത്തിരിഞ്ഞതാണ്. അവിടെ നിന്ന് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയത് പിണറായിയുടെ നേതൃമികവായാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ എപ്പോഴും എല്ലാ കാലവും ഉയർത്തിക്കാട്ടുന്നത്. അവിടെ സംഘടനാപരമായി 2 ഗ്രൂപ്പാകുമ്പോൾ സ്വാഭാവികമായ നഷ്ടം CPM ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ പിണറായിക്ക് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും 10 വർഷം സർക്കാരിനെ നയിക്കാൻ കഴിഞ്ഞു, മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് CPM-നുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവി പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് പിണറായിയുടെ നെഗറ്റീവ് വോട്ടാണെന്ന വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. പാർട്ടിക്കുള്ളിൽ അത്തരം അഭിപ്രായമുണ്ടെങ്കിൽ പോലും അത് CPM-ന്റെ തീരുമാനമായോ അല്ലെങ്കിൽ മേൽഘടകങ്ങൾ അത്തരം ചർച്ചയോ ഉയർന്നു വരാൻ സാധ്യതയില്ല. പിണറായി തിരുത്തണമെന്ന ആവശ്യം സെക്രട്ടറി അടക്കം ഉയർന്നെങ്കിലും അതിനപ്പുറത്തേക്ക് പിണറായിയെ മാറ്റി നിർത്താനുള്ള ഒരു ആവശ്യം CPM-ന്റെ മേൽഘടകങ്ങൾ ഉണ്ടാകാനിടയില്ല. കീഴ്ഘടകങ്ങൾ പക്ഷേ അത്തരം ചർച്ചകൾ ഉയർന്നു വന്നേക്കാം. ഏതായാലും CPI ഇപ്പോൾ ഒന്നും പരിഗണിക്കുന്നില്ല. പിണറായി തന്നെ നയിക്കണം. പിണറായി ഇല്ലെങ്കിൽ നിയമസഭയിൽ തീർത്തും ദുർബലമായ ഒരു പ്രതിപക്ഷം, പ്രത്യേകിച്ച് 102 സീറ്റ് നേടി ഭരണമുന്നണി ഇരിക്കുമ്പോൾ 3 സീറ്റിൽ BJP ഉള്ളപ്പോൾ പ്രതിപക്ഷത്ത് അതിശക്തനായ നേതാവ് തന്നെ വേണം. അത് പിണറായി അല്ലാതെ മറ്റൊരാളെ ഇപ്പോൾ CPM-ന് സങ്കല്പിക്കാൻ കഴിയില്ല. മറ്റൊരു സാധ്യത KN ബാലഗോപാലാണ്. KN ബാലഗോപാൽ അത്രത്തോളം അഗ്രസീവായ കാര്യങ്ങൾ ഇടപെടുന്ന നേതാവല്ല. ബാലഗോപാലിനെ ഉപനേതാവാക്കിക്കൊണ്ട് പിണറായി മുന്നിൽ നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്കാകാം പൊളിറ്റ് ബ്യൂറോ എത്തുക. അങ്ങനെയെങ്കിൽ അത് സംസ്ഥാന നേതൃയോഗങ്ങൾ, നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയും ചേരും. ഈ യോഗങ്ങളിലാകും പ്രഖ്യാപനം ഉണ്ടാകുക, അന്തിമ തീരുമാനം ഉണ്ടാകുക. ഏതായാലും പൊളിറ്റ് ബ്യൂറോയിൽ പിണറായിയുടെ പേര് തന്നെ വരാം. അദ്ദേഹം അതിനെ നോ പറയാൻ സാധ്യത കുറവെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ പിണറായി മാറി നിന്നാൽ മാത്രം KN ബാലഗോപാൽ എന്ന പേരിലേക്ക് CPM
പോയേക്കും. ഇപ്പോഴത്തെ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരമനുസരിച്ച് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തും. ഇന്ന് ധാരണയുണ്ടാകും. പ്രഖ്യാപനം ഒരുപക്ഷെ വ്യാഴാഴ്ച CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം അവസാന ശേഷമാകും അതിൽ പ്രഖ്യാപനമുണ്ടാവുക. യെസ്, പ്രത്യേകമായ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുണ്ട്, പ്രതിപക്ഷ നിരയിലെ അംഗബലത്തിന്റെ കുറവുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായി നയിക്കാൻ പറ്റുന്ന ഒരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ വിശദമായി തന്നെ പരിഗണിക്കുന്നുണ്ട് പാർട്ടി. അതോടൊപ്പം തന്നെ PBക്കും ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാകും. ഇന്ന് തന്നെ അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ ഔദ്യോഗികമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അറിയിപ്പ് 2 ദിവസം കഴിഞ്ഞേ ഉണ്ടാകൂ എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.